നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സീരിയയുടെ രണ്ടാം റൗണ്ടിൽ നെയ്മർ ഇല്ലാതെ വീണ്ടും സാന്റോസ് കളിക്കാനിറങ്ങി. പക്ഷേ ഇത്തവണ തോറ്റില്ല. കഴിഞ്ഞ കളി നെയ്മർ ഇല്ലാതെ ഇറങ്ങി അവർ തോറ്റു. ഈ കളി നെയ്മർ ഇല്ലാതെ കളിച്ചു. ആദ്യം പുറകിൽ പോയി, പിന്നെ തിരിച്ചടിച്ചു, ലീഡ് എടുത്തു. എന്ന അവസാനം ആ ലീഡ് കൈവിട്ടു. സമനില 2-2 സമനിലയാണ് ഇപ്പോൾ ബാഹിയയുമായിട്ട് സാന്റോസ് നേടിയിരിക്കുന്നത്. നെയ്മറുടെ വരവിന് കളമൊരുങ്ങുകയാണ്. അടുത്ത കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് എല്ലാ സൂചനകളും. സാന്റോസിൻ്റെ അടുത്ത മത്സരം ഫ്ലൂമിനൻസിനെതിരെ ഏപ്രിൽ 14 പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിക്കാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പുള്ള മത്സരം തോൽക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് സാന്റോസിൻ്റെ പോരാളികൾ എന്ന് വേണം പറയാൻ. കളിയിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടിക്കിഞ്ഞോ, ഗുയർമെ, റോൾഹെയ്സർ എന്നിവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. കളിയുടെ 17ാമത്തെ മിനിറ്റിൽ എറിക്കിലൂടെ ലീഡ് എടുത്തത് ബഹിയയാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ ടച്ചിയാനോയിലൂടെ സാന്റോസ് ഒപ്പം പിടിക്കുന്നു. 81ാമത്തെ മിനിറ്റിൽ പിറ്റൂക്കയുടെ ഗോളിലൂടെ സാന്റോസ് ലീഡും എടുത്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവസാന ഘട്ടത്തിൽ ജൂബ നേടിയ ഗോളിന് ബാഹിയ പിന്നീട് ഒപ്പം പിടിച്ചു. 2-2 സമനില. ഇപ്പോൾ സാന്റോസ് 16ാം സ്ഥാനത്താണ്. 2 കളിയിൽ നിന്ന് 1 പോയിൻ്റ് അവർക്കുള്ളൂ. പക്ഷേ വരും മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ കൂടി വരുമ്പോൾ അവരുടെ പ്രകടനം കൂടുതൽ മികവിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.